വാട്സ്ആപ്പ് യൂട്യൂബ്. ഇങ്ങനെ പിന്നെയും കുറച്ചധികം നാൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോ കാണുമ്പോ തന്നെ മനസ്സിലാവുമായിരിക്കും ഇത് നമ്മുടെ പഴയ വേൾഡ് അല്ല. ഞാൻ പുതിയൊരു ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ പുതിയ ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വേൾഡിൽ ഞാൻ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്തെങ്കിലും ഫാം ഉണ്ടാക്കുവാണെങ്കിലും ഇപ്പൊ ആ ഒരു നെതറേറ്റ് ആർമർ ആയതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആക്കിയിട്ടിട്ടില്ല. എന്റെ ലൈവില് ഇതേപോലെ വന്നവര് കുറച്ചു പേരൊക്കെ കണ്ടു കാണും, അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണുന്നവര് അതൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെറ്റ്സ് പ്ലേയില് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഫാം ഉണ്ടാക്കുവാണെങ്കിലോ ഈ ഒരു വേൾഡ് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിലോ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഇതുവരെ കാണിച്ചു തരുന്നതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിൽ എന്ത് ചെയ്താലും അത് ഞാൻ നിങ്ങളെ കാണിക്കും, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും പുതിയൊരു വേൾഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു കാര്യം അയൺ ആർമറും ടൂൾസും ആവുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു വേൾഡിൽ നമ്മൾ അതല്ല ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വേൾഡിൽ ഫസ്റ്റ് തന്നെ ഒരു സ്റ്റാർട്ടർ ബേസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റാർട്ടർ ബേസ് എന്ന് പറയുമ്പം ഞാനൊരു ട്യൂട്ടോറിയൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വീടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ എന്ന നിലയ്ക്ക് അത്യാവശ്യം നല്ലൊരു വീടാണ്. ആ ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കത് സ്റ്റാർട്ടർ ബേസ് ആക്കണോ അതോ നമ്മുടെ പെർമനന്റ് ബേസ് ആക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ആ ഒരു ബേസ് ഉണ്ടാക്കണം. അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ബോണസ് ചെസ്റ്റ് എടുത്ത് വെച്ചായിരുന്നു. പണ്ടും ഇങ്ങനെ തന്നെ ഇപ്പോഴും ഇങ്ങനെ തന്നെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആക്സ് ഇപ്പോ സ്റ്റോണിന്റെ ആക്സ് ആണ് കിട്ടുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ പിക്ക് ആക്സ് വുഡിന്റെ ആയിരിക്കും. വുഡിന്റെ പിക്ക് ആക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആക്സ് സ്റ്റോണിന്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ രണ്ടും വുഡിന്റെ ആയിരിക്കും. ഒരിക്കലും എനിക്ക് രണ്ടും ഒരേപോലെ കിട്ടിയിട്ടില്ല. മൊജാങ് എന്താണോ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. പിന്നൊരു കാര്യം, ഞാൻ ഈ ഒരു വേൾഡിന്റെ സീഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊരു പക്ക പ്ലെയിൻസ് ആണ്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഇജാതി പ്ലെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്ലെയിൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇപ്പൊ പ്ലെയിൻസ് ബയോമാണ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വേൾഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഇതിനെ കളിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ഇതിന്റെ സീഡ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ താല്പര്യമുള്ളവര് ജസ്റ്റ് ആ ഒരു സീഡ് നോക്കി ഇതേപോലെ കളിച്ചു നോക്കുക. നെയ്സ് സീഡ് ആണ് കേട്ടോ, നെയ്സ് സീഡ് ആണ്. ഈ ഒരു സീഡ് ഞാൻ ഇതേപോലെ ഗൂഗിളിൽ നിന്നൊന്നും എടുത്തൊന്നുമല്ല. ഞാൻ ഇതേപോലെ ഒരു വേൾഡ് ക്രിയേറ്റ് ആക്കും ഡിലീറ്റ് ആക്കും അങ്ങനെ എടുത്തെടുത്താണ് എനിക്ക് ഈ ഒരു സീഡ് കിട്ടിയത്. പക്ക സീഡാണ് കേട്ടോ. ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു സീഡില്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ കാണിക്കുന്നില്ല. കാണിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, അത് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത് തീരുന്ന പരിപാടിയല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എനിക്കിപ്പോ ഒരു ജോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്കിരുന്ന് കളിച്ചിട്ട് വേണം എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതിന്റെ ഇടയ്ക്കിരുന്ന് റെക്കോർഡ് ചെയ്യലും നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഓഫ് ക്യാമിൽ ഇരുന്ന് ഈ ഒരു റിസോഴ്സ് കളക്ടിങ്ങും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി നല്ലൊരു സ്ഥലവും നോക്കിക്കഴിഞ്ഞ് ഞാൻ ഇനി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അതല്ല ഇനി എപ്പോ കളക്ട് ചെയ്ത് തീരുമെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും കളക്ട് ചെയ്ത് തീർന്നിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം നമ്മൾ ആ ഒരു റിസോഴ്സും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നത് ഒരു അയൺ ആർമർ ആണ്. ഇത് ഞാനായിട്ട് പോയി മൈൻ ചെയ്ത് ഉണ്ടാക്കിയതൊന്നുമല്ല, എനിക്കൊരു വില്ലേജിൽ നിന്ന് കിട്ടിയതാണ് ഈ ഒരു ഫുൾ സെറ്റ് അയൺ ആർമർ. ഈ ഒരു ഫുൾ സെറ്റ് അയൺ ആർമർ ഞാൻ എന്തായാലും ആ ഒരു വില്ലേജിന്റെ കോർഡിനേറ്റ്സ് കൂടെ കൊടുത്തേക്കാം. ഈ ഒരു സി ഡി കളിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ ആർമർ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അയൺ ആർമർ മാത്രമേ ഉള്ളൂ, ടൂൾസ് ഒന്നുമില്ല. ആർമർ ഫുൾ സെറ്റ് കിട്ടും അവിടെ നിന്ന്. അങ്ങനെ നിങ്ങൾക്ക് പണിയൊന്നും എടുക്കാതെ ഇതേപോലെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു വില്ലേജിലോട്ട് പോയാൽ മതി. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വേൾഡ് നേരെ കോപ്പി ചെയ്ത് ക്രിയേറ്റീവ് ഇട്ടിട്ട് ഈ ഒരു വേൾഡ് ഫുൾ ഒന്ന് പറഞ്ഞു നോക്കി. നല്ലൊരു സ്ഥലം നോക്കി. സത്യം പറഞ്ഞ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്, കണ്ടില്ലേ? ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം ഫുള്ള് പ്ലെയിൻസ് ആട്ടോ. അങ്ങോട്ടൊക്കെ ഫുള്ള് പ്ലെയിൻസ് ആണ്. അവിടെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഫാം ഉണ്ടാക്കണേ, ഫാം നമുക്ക് കസ്റ്റം വില്ലേജ് ഉണ്ടാക്കണമെങ്കിൽ അത് എന്ത് വേണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഡൗട്ടാണ് ഈ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ കയറിയുന്ന നമുക്ക് ഡാമേജ് കിട്ടുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, അത് വെറുതെ കറങ്ങിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ, വേറൊന്നും ഇല്ല അവിടെ. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലേഡ് ആയതുകൊണ്ട് ഞാൻ ഓർത്ത് ഡാമേജ് കിട്ടുമായിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഡാമേജ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും, ഈ ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്ന സ്ഥലത്തായിരിക്കും. പിന്നെ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഇതുപോലെ പോർട്ടൽ, സ്റ്റോറേജ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതുമല്ല ഇത് വലിയ സ്ഥലമൊന്നും അല്ല, ഇതൊരു ചെറിയൊരു ഐലൻഡ് ആണ്. ഇത് ചെറിയൊരു ഐലൻഡ് ആണ്.
അങ്ങനെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ വീട് അത്ര വലിയ വീടും അല്ല. അതൊക്കെ വിട്. അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു വീടും കൂടെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ പിന്നെയും കുറെ അധികം സമയത്തിന് ശേഷം നമ്മൾ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. നമ്മൾ വീട് ഉണ്ടാക്കി തീർക്കാനായിട്ട് കുറച്ചധികം സമയം എടുത്തു. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു വീടെന്ന് പറയുന്നത്. ഈ ഒരു വീട് നിങ്ങൾ പലരും കണ്ടു കാണും. നമ്മുടെ ഒരു ജാവ ലെറ്റ് പ്ലേയില് ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയ ഈ ഒരു സെയിം വീട് തന്നെയാണ്. എനിക്കെന്തോ ഈ ഒരു വീട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ വെച്ചിരുന്ന വീട് ഇതല്ല. അതാണ് എനിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത്. കാര്യം ഞാൻ ആദ്യം പോയി കളക്ട് ചെയ്ത റിസോഴ്സ് ഇതേപോലെ ഈ ഒരു വീടിനുള്ള അല്ലായിരുന്നു. ഞാൻ ആദ്യം ഉണ്ടാക്കാൻ വെച്ചിരുന്ന വീടെന്ന് പറയുന്ന ഒരു ഡാർക്ക് ഓക്ക്, ആ ഒരു വുഡിന്റെ ഒരു ഇതിലുള്ള വീടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കുറെ ഡാർക്ക് ഓക്ക് ലോഗും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തായിരുന്നു. പക്ഷെ ആ ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വിചാരിച്ച പോലുള്ളൊരു വീടല്ലത്. അതെന്ന് പറയുന്ന ഒരു ഗുമ്മില്ലാത്തൊരു വീടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കാനായിട്ട് പിന്നെ ആ ഒരു സ്പ്രൂസ് ലോഗ് കുറെ പോയി കളക്ട് ചെയ്ത്, പിന്നെ ഡീപ് പ്ലേറ്റ് വേണമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അകത്തൊരു എൻചാൻമെന്റ് ടേബിളിന്റെ ആവശ്യമുണ്ട്. ആ ഒരു ഡയമണ്ടും തപ്പി നടന്ന് എനിക്ക് ഇത്രയും കൊബിൾഡ് ഡീപ് പ്ലേറ്റ് കിട്ടി. പക്ഷെ ഒരൊറ്റ ഡയമണ്ട് പോലും കിട്ടിയില്ല. നമുക്ക് 5 ഡയമണ്ട് ആയിരുന്നു വേണ്ടത്, പക്ഷെ ഒരെണ്ണം പോലും കിട്ടിയില്ല. ഇവിടെ ഈ ഒരു എൻചാൻമെന്റ് ടേബിൾ വരണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഈ ഒരു കാർപ്പറ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതേപോലെയാണ്. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്, പിന്നെ 2 ചെസ്റ്റ് ഇരിപ്പുണ്ട്, മുകളിൽ എന്തിനാന്ന് അറിയാതെ ഒരു ചെസ്റ്റ് ഇരിപ്പുണ്ട്. ഇത് ഇതുവരെ തുറക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ ആ ട്യൂട്ടോറിയൽ കാണിച്ച പോലെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ തന്നെ. പിന്നെ ഈ നമ്മുടെ ബെഡ്റൂം വരുന്നത് ഇതിന്റെ മുകളിലായിട്ടാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പം ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഇവിടെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ 2 ബെഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ 2 ബെഡ് എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോൾ ഇതിന്റെ ഒരു ക്രിയേറ്റേഴ്സിന്റെ ഭാവി മുൻകൂട്ടി കണ്ടു വല്ലതും ഇതേപോലെ എനിക്ക് 2 ബെഡ് തന്നെയായിരിക്കും, അറിയത്തില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വേൾഡ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ട് 42 ദിവസമായി. ഈ ഒരു ഒറ്റ എപ്പിസോഡ് എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റിലെ 42 ദിവസമാണ്. എന്റെ പൊന്നെ, അത് ഈ ഒരു ഒറ്റ വീട് ഉണ്ടാക്കാൻ വേണ്ടി. ഈ ഒരു ഒറ്റ വീട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത ടൈമാണ് ഈ ഒരു 42 ദിവസം. എന്തോ ഒരു ഗ്ലിച്ച് എനിക്ക് ഫീൽ ആവുന്നുണ്ട്, കണ്ടോ? എന്തോ ഒരു തന്നെ വർക്ക് ചെയ്യുന്ന പോലൊരു ഫീല് കണ്ടോ? ഇപ്പൊ കണ്ടോ ഒരു ലാഗ് വന്നേ? എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അതെന്തായാലും വിട്ടേക്ക്, എന്തായാലും കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഭാഗ്യം. ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന മെയിൻ കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിംഗ് ഏരിയ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റോറേജ് റൂം, പോർട്ടല്, അങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ഒരു ഏരിയയിൽ, നമ്മുടെ ഈ ഒരു ഐലൻഡിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ ഈ വില്ലേജറിനെ യൂസ് ചെയ്യാത്ത അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരൊറ്റ സ്ഥലത്ത് തന്നെ ആയിരിക്കും മാക്സിമം കൊണ്ടുവരുന്നത്. അല്ലാതെ വില്ലേജറിനെ ആഡ് ആക്കിയുള്ള ബാക്കിയുള്ള ഫാമൊക്കെ, അതായത് നമ്മുടെ അയൺ ഫാം, വില്ലേജർ ബ്രീഡർ, ട്രേഡിംഗ് ഹാള്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഈ 150 ബ്ലോക്ക് ദൂരത്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പല പല സ്ഥലത്തായിട്ടായിരിക്കും നമ്മൾ ഇതേപോലെ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ നമ്മൾ നെതറുമായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ് ഒക്കെയാണ് എനിക്ക് ഈ ഒരു വേൾഡിൽ ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിലുള്ള വേറൊരു ഡൗട്ട് ആയിരിക്കും, ഞാൻ ഇതുവരെ കളിച്ചുകൊണ്ടിരുന്ന ലെറ്റ്സ് പ്ലേ എവിടെ പോയെന്ന്. അത് എവിടെയും പോയിട്ടില്ല, അത് എൻ്റെ സേഫ് ആയിട്ട് തന്നെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ലെറ്റ്സ് പ്ലേ ചെയ്തിട്ടുള്ള മെയിൻ കാര്യങ്ങളൊന്നും ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ട് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്തു എന്നും പറഞ്ഞാണ് ഞാൻ ഇതേപോലെ വീഡിയോ ഇടാറുള്ളത്. ഇല്ലെങ്കിൽ ലൈവ് നിങ്ങളെ കാണിച്ചു തരും. ഞാനിപ്പോൾ ലൈവിലാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മിക്ക ആൾക്കാരും കാണാറില്ല. കാര്യം എല്ലാവരും നമ്മുടെ വീഡിയോ ആണെന്ന് എല്ലാവരും ഒന്നും ലൈവ് വരാറില്ല. ഡെയിലി വരാറുള്ള കുറച്ച് പേരൊക്കെ തന്നെയാണ് എപ്പോഴും ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വേൾഡിൽ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാനും വലിയ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പുതിയൊരു ലെറ്റ്സ് പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ലെറ്റ്സ് പ്ലേ എവിടെയും പോയിട്ടില്ല, എൻ്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. അത് ഞാൻ പതിയെ, ഞാൻ ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അതിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പതിയെ ചെയ്ത് അതെൻ്റെ ഒരു പേഴ്സണൽ ലെറ്റ്സ് പ്ലേ ആക്കി വെച്ചോളാം, കുഴപ്പമില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും ഒക്കെ വരുന്നവരെ ബൈ.